സ്വാമിക്ക് പ്രണാമം. ഈ വർഷത്തെ എനർജി പാർലമെൻറ്റ് ശ്രീലങ്കയിൽ വെച്ച് നടന്ന ചർച്ചാ വിഷയം ഹാബിറ്റാറ്റ് ഹാർമണി. ഇന്ന് ജീവജാലങ്ങളുടെ മനുഷ്യരെല്ലാവരും നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം, കാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്നമാണ് അവിടെ ചർച്ച ചെയ്തത്. സാധാരണക്കാർ ഹാബിറ്റാറ്റ് ഹാർമണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സസ്യങ്ങളുടെ, മൃഗങ്ങളുടെ, ജീവജാലങ്ങളുടെ, മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ സുഖകരമാക്കാം, സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും രക്ഷപ്പെടണം. പക്ഷെ ഇന്ന് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ വരുന്നു. കാരണം അമിതമായി, അനിയന്ത്രിതമായി പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം മാനവരാശിക്ക് വേണ്ടി സമയം സുഖം എന്ന ചിന്ത അല്ലെങ്കിൽ വികാരം കേവലം സ്വാർത്ഥാധിഷ്ഠിതമായി മാറുമ്പോൾ അത് തന്നിൽ മാത്രം അധിഷ്ഠിതമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മറ്റ് ലോകത്തിലെ എന്ത് ഘടകത്തിനും എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല, ആത്യന്തികമായിട്ട് എനിക്ക് സുഖം കിട്ടണം. ആ സുഖത്തിനു വേണ്ടി തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തിലെ ഏതു വസ്തുവിനെയും എങ്ങനെയും ഉപയോഗിക്കാൻ മനുഷ്യൻ സന്നദ്ധമായി മാറിക്കഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചിന്ത ഉടലെടുത്തത് നമ്മുടെ ജനനത്തിന് നിദാനമായി നിൽക്കുന്ന ഏകകോശത്തിൽ നിന്ന് ഒരു ഓർഗാനിസമായി പരിണമിച്ച് അല്ലെങ്കിൽ വളർന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതുവരെയുള്ള അമ്മയുടെ ചിന്തയും വികാരങ്ങളും അപ്പോൾ ജനിച്ചു കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും കൊടുക്കുന്ന തൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന തൻ്റെ അറിവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ട് വിദ്യാലയത്തിൽ കൂടെ കിട്ടുന്ന അറിവ്, അങ്ങനെ ഒരു വ്യക്തി സമ്പാദിക്കുന്ന ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള അറിവ് കേവലം ഭൗതികാധിഷ്ഠിതമായിട്ട് മാറിയതുകൊണ്ടും ഭൗതികമായ നേട്ടമാണ് ജീവിതത്തിൻ്റെ നേട്ടമെന്നും ആ നേട്ടത്തിനു വേണ്ടി ഏത് ധാർമ്മികമായ മൂല്യങ്ങളും തനിക്ക് ബലികഴിക്കാൻ മടിയില്ല എന്നൊരവസ്ഥയിലേക്ക് ചിന്ത വളർന്നു കഴിഞ്ഞു അല്ലെങ്കിൽ പതിച്ചു കഴിഞ്ഞു. ആ ഇരുൾമയമായ ചിന്തയുടെ അനന്തരഫലമായ വികാരമാണ് കർമ്മമായി പരിണമിക്കുന്നത്. അപ്പോൾ ചിന്ത വികാരമായി കർമ്മമായി മാറിയപ്പോൾ തൻ്റെ സുഖത്തിനു വേണ്ടി പ്രകൃതിയുടെ കരിങ്കൽ മലകൾ മുതൽ സമസ്ത വസ്തുക്കളെയും നിഷ്കരുണം ചൂഷണം ചെയ്യാൻ, ദുരുപയോഗിക്കാൻ മനുഷ്യന് മടിയില്ലാതെ ആയിക്കഴിഞ്ഞു. അങ്ങനെ പ്രകൃതിയെ നിയന്ത്രണാതീതമായി ചൂഷണം ചെയ്ത ഇതിൻ്റെ അനന്തര ഫലമായിട്ടാണ്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമാവസ്ഥ നിലനിർത്താൻ പറ്റുന്ന എനർജി സംവിധാനമുണ്ട്. കാരണം ഈ വ്യക്തിയും ലോകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എനർജി കൊണ്ടാണ്. അപ്പോൾ ഓരോ എനർജിയും വൈബ്രേഷനാണ്, അതിന് ഫ്രീക്വൻസിയും വേവ് ലെങ്തും, ഒപ്പോൾ ബ്ലാക്ക്, റെഡ്, വൈറ്റ്, മാറ്റർ, ഇതിനനുസരിച്ചുള്ള ടൈമും സ്പേസും ഇത്രയും യുക്തമായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐ പാർട്ടിക്കിളിൽ അറേഞ്ച്മെന്റ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുതാര്യമായിരിക്കുന്ന വസ്തു ഏറ്റവും തമോമയമായി മാറും. അപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മുഖം ഇരുൾമയമായി കാർമേഘ നിറഞ്ഞു കവിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വ്യക്തി മാറുന്നത് ഒരു ചിന്ത മാറുമ്പോൾ അതിലെ ഐ പാർട്ടിക്കിളിലെ ബ്ലാക്ക് മാറ്റർ കൂടുന്ന അവസ്ഥയിലേക്ക് ഐ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യപ്പെടുന്നു. വ്യക്തിയായിട്ട് നിൽക്കുമ്പോഴും അയാളുടെ ഗുണകർമ്മങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ എപ്രകാരമാണോ മനുഷ്യന്റെ വിചാരം മാറിയപ്പോൾ വികാരവും കർമ്മവും മാറിയോ, ഇതുപോലെ മനുഷ്യകർമ്മം പ്രകൃതിയിൽ വരുത്തുന്ന വികാര വ്യതിയാനം അതിൻ്റെ അടിസ്ഥാനപരമായ വിചാരധാരയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കണക്കുകളിൽ, അറേഞ്ച്മെന്റിലെ കണക്കുകളിൽ വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കേണ്ട പ്രകൃതിക്ക്
അത് നിർത്താൻ പറ്റുന്ന എനർജി ബാലൻസിങ്ങിന് വേണ്ട അവസ്ഥ സംജാതമാകണില്ല. ഈ അവസ്ഥ സംജാതമാക്കുന്നത് പ്രകൃതിയല്ല, മനുഷ്യനാണ്. ഇന്നത്തെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം പ്രകൃതിയല്ല, മനുഷ്യകൃതമാണ് ഇന്നത്തെ പ്രകൃതി ദുരന്തം. ഇന്ന് പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് ഇന്ന് നമ്മുടെ പൗരാണികമായ അറിവ്, ജ്ഞാനം നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ അത് കുറഞ്ഞു വരികയും അതിൻ്റെ സ്ഥാനത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നുകൂടുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മനുഷ്യനെ പ്രകൃതിയെ തിരിച്ചറിയാൻ കഴിയാത്ത, പ്രകൃതിയുടെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ ലളിതമായിട്ടുള്ള കാര്യം മതി. ഏതും ഹിതവും അഹിതവുമാകുന്നത് ചിന്തയിൽ നിന്ന്. ചിന്ത മാറിയാൽ എല്ലാം മാറും. അപ്പോൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിന് ഹിതമായ അറിവ് എന്ന് പറഞ്ഞാൽ അകവും പുറവും അകലമില്ലാത്ത ശാസ്ത്രീയമായി യുക്തിഭദ്രതയോടുകൂടി പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംവേദനക്ഷമത നിലനിർത്തുന്ന ഒരു മെത്തഡോളജി ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നസ്. ഇപ്പോൾ ചോദിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ താപം. ആ താപം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാനും ചോദിക്കാനും പറ്റണത്. സ്വാമിക്ക് പറയാൻ പറ്റുന്നത് സ്വാമിയുടെ താപം പറയാൻ പറ്റുന്ന അവസ്ഥയിൽ ഈ സിസ്റ്റത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തൻ്റെ ശരീരത്തിലെ താപവും ചോദിക്കുന്നയാളിന്റെ ശരീരത്തിലെ താപവും താപം മാത്രമാണ്. ഇത് രണ്ട് താപമല്ല. തൻ്റെ ശരീരത്തിലിരിക്കുന്ന താപവും ഈ താപം മാത്രമാണ്. കേട്ടയാളിന്റെ ശരീരത്തിലിരിക്കുന്ന ജലവും സ്വാമിയുടെ ശരീരത്തിലും ജലം തന്നെയാണ്. ഈ സ്ഥൂല ശരീരമായിരിക്കുന്ന ഭൂമിയും സ്വാമിയുടെ ശരീരത്തിന്റെ സ്ഥൂലമായിരിക്കുന്ന ഭൂമിയാണ്. അതിലെ ആകാശവും അതുപോലെ തന്നെയാണ്. ഇത് രണ്ടല്ല എന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം. ഇത് ഫോർമലായിട്ടും വേണം, ഇൻഫോർമലായിട്ടും വേണം. എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു എന്നെ പോലെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കണം. ഞങ്ങൾ എപ്രകാരം സ്നേഹിക്കുന്നുവോ അപ്രകാരം ആ കുഞ്ഞുങ്ങൾ തന്നെ സ്നേഹിക്കണമെന്ന്. പക്ഷേ അവർ വളർത്തുമ്പം പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാണെന്നല്ല, രണ്ടായിട്ടും പലതായിട്ടുമാണ്. ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന പ്രബലമായ ഒരു ചിന്ത പുതിയ തലമുറയിൽ വളർന്നു വന്നിട്ടുണ്ട്. ആ ഒരു ചിന്താഗതിയല്ലേ വാസ്തവത്തിൽ ഈ വിനാശകരമായ ആവാസ വ്യവസ്ഥയിലേക്ക് നയിക്കുന്നത്? തീർച്ചയായിട്ടും. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ധരിക്കുന്നു. ഈ ശരീരത്തിന്റെ എക്സ്റ്റൻഷനാണ് ഈ കൈ എന്ന് പറയുന്നത് പോലെ, കയ്യിലെ എക്സ്റ്റൻഷനാണ് ഈ വിരലുകൾ എന്ന് പറയുന്നത് പോലെ തൻ്റെ എക്സ്റ്റൻഷനാണ്, തൻ്റെ വളർന്നു കിടക്കുന്ന പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന ഘടകമാണ് ഈ പ്രകൃതി എന്ന് അറിയാൻ കഴിയാതെ വരുന്നതാണ്. തൻ്റെ ശരീരമാകുന്ന സ്ഥൂല ശരീരം നിറഞ്ഞു പടർന്നു കിടക്കുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഖര ദേശം എന്ന് പറയുന്നത്. അതുപോലെ തൻ്റെ ശരീരത്തിലെ ജലമാണ് സമുദ്രങ്ങളും മറ്റുമായിട്ട് ജലമയമായിട്ട് നിറഞ്ഞു കിടക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിലെ താപമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ തൻ്റെ ആകാശവും, ഇതുപോലെ താനും ഈ പഞ്ചഭൂതങ്ങളും രണ്ടല്ല എന്നും ഒന്നാണെന്നും തൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് ഈ പ്രപഞ്ചമെന്നും തനിക്കെന്തു വന്നാലും അത് പ്രപഞ്ചത്തിന് ഹിതാഹിതങ്ങൾ വരുമെന്നും പ്രപഞ്ചത്തിന് എന്ത് ഹിതാഹിതം വന്നാൽ അത് തന്നെയും ബാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതു കർമ്മം ചെയ്യുമ്പോഴും സുഖം കാക്ഷിച്ച് താൻ കർമ്മം ചെയ്യുമ്പോൾ ആ സുഖം ലോകത്തിന് അഹിതമാകാത്ത തലത്തിലേക്ക്, താൻ വെള്ളം കുടിക്കുമ്പോൾ ചുറ്റുപാടും ഉള്ളവരുടെ വെള്ളം കുടി എന്നേക്കുമായി നശിപ്പിക്കുന്ന തലത്തിലായിരിക്കരുത് തൻ്റെ വെള്ളം സ്വീകരിക്കുന്നത്. അത് പ്രകൃതിക്ക് അല്ലെങ്കിൽ അത് പുറത്ത് വെള്ളം നിലനിന്നില്ല എങ്കിൽ നാളെ തനിക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകില്ല. കാരണം താൻ കുടിക്കുന്ന വെള്ളം പുറത്തിരിക്കുന്നതാണ് അകത്ത് വരുന്നത്, അകത്തിരിക്കുന്നതാണ് പുറത്തേക്ക് പോകുന്നത്. അകത്തും പുറത്തും രണ്ടല്ല, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഈ ഒന്ന് ആണ് എല്ലാ വിദ്യാഭ്യാസത്തിലെ എല്ലാ അറിവും ഈ പഞ്ചഭൂതത്തിൽ അധിഷ്ഠിതമാണ്, ഇതിന്റെ സൃഷ്ടിയിൽ അധിഷ്ഠിതമാണ്.
ഇത് രണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അച്ഛനും അമ്മയ്ക്കും കഴിയണം, ബന്ധുക്കൾക്ക് കഴിയണം, അധ്യാപകർക്ക് കഴിയണം. അങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസത്തിൽ ഈ ഏകദർശനം, ഏക സത്തയുടെ അധിഷ്ഠിതമായ അറിവ് എപ്പോ നമുക്ക് സംജാതമാക്കി കൊടുക്കാൻ പറ്റുമോ, അപ്പോ നേരത്തെ പറഞ്ഞ എനിക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ചിന്ത മാറിക്കിട്ടും. കാരണം തന്നിൽ നിന്ന് അന്യമല്ല ഈ പ്രകൃതി. അതിനെ വികലമാക്കിയാൽ താൻ വികലമാകും, താൻ വികലമായ പ്രകൃതി വികലമാകും. ഇത് രണ്ടും വികലമാകാതിരിക്കണമെങ്കിൽ ആദ്യം തൻ്റെ ചിന്ത വികലമാകാതിരിക്കണം. ആവാസ വ്യവസ്ഥയോട് ഇണങ്ങിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, ഒരു ജീവിത വിദ്യാഭ്യാസമാണ് നമുക്കിന്ന് ലഭിക്കാതെ പോകുന്നത്. ആ ഒരു ആവാസ വ്യവസ്ഥയോട് ഇണങ്ങി ജീവിക്കാൻ, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സ്വാമിജി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന് എത്രത്തോളം സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നു? സ്വാമിജി ആവിഷ്കരിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നസ്സിൽ വളരെ ലളിതമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു വാചകം ഞാനിന്ന് ഓർത്തിരിക്കുന്നു. ഹ്യൂമൻ ബോഡി ഇസ് എ മിനി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യ ശരീരത്തിലുണ്ട്. 3 ജലം മനുഷ്യനുണ്ട്, അത് നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ മരിക്കും. അതുപോലെ തന്നെ 3 ജലമാണ്. അപ്പോൾ ഈ സത്യം പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്നിലും ഉണ്ട് എന്നുള്ള ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു പുതിയ തലമുറ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് സ്വാമിജിയുടെ ആ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് മാക്സിമം പ്രചരണം കൊടുക്കുക, അത് പുതിയ തലമുറയിലെത്തിക്കുക, അത് ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഒരു ചിലവും വരുന്നില്ല. ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. വിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊക്കെ ഇൻഫർമേഷനാണോ തനിക്ക് ബോധിക്കാത്ത തലത്തിലേക്ക് ഇരുൾ കൊണ്ട് മറയപ്പെട്ടിരിക്കുന്നത്, ആ മറ മാറ്റാൻ വേണ്ട വെളിച്ചം. വിത് എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പോൾ തൻ്റെ അറിവിലേക്ക് തൻ്റെ ഇൻഫർമേഷനായി മാറ്റാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞു കിടക്കുന്ന ഇൻഫർമേഷനെ ഒന്ന് ആദ്യം അറിയാൻ ബോധിപ്പിക്കണം. അതിനു വേണ്ട വെളിച്ചമാണ് വിദ്യാഭ്യാസം. ആ വെളിച്ചം അകത്ത് വെളിച്ചം വന്നാൽ അവിടെ ഇരുട്ടല്ലാതായാൽ എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇന്ന് വ്യക്തമായി കാണാൻ പറ്റുന്ന വെളിച്ചം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഭാഗികമായ അറിവ് മാത്രമേ പകർന്നു കൊടുക്കുന്നുള്ളൂ, വിദ്യ മാത്രമേ പകർന്നു. അത് പൂർണ്ണമാകണം. പുറത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അകത്തെക്കുറിച്ചും പഠിപ്പിക്കണം. തനിക്ക് വേണ്ടിയാണ് താൻ പഠിക്കുന്നത്. ആ പഠിക്കുന്ന വിഷയവും താനും തമ്മിൽ എന്തു ബന്ധമുണ്ടെന്ന് ഇന്ന് പഠിപ്പിക്കാറേ ഇല്ല. സ്വാമിജി, ഇന്ന് പുറത്ത് നമ്മൾ കാണുന്നത് ഒരു മത്സരാധിഷ്ഠിതമായ ലോകമാണ്. ജീവിതം എല്ലാ രംഗത്തും മത്സരമാണ്. വിദ്യാഭ്യാസത്തിലും ഏറ്റവും മാർക്ക് കൂടുതൽ മേടിക്കാനാണ്, അറിവല്ല കൂടുതൽ, മാർക്ക് കൂടുതൽ മേടിക്കാൻ. ജീവിതത്തിലെ ഓരോ രംഗത്തും ഇതുപോലെ വെട്ടിപ്പിടിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള മത്സര ഓട്ടമാണ്. അപ്പോൾ ആ മത്സര ഓട്ടം നിലനിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഈ നമ്മുടെ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസത്തിന് കരിക്കുലം മാറണ്ട, ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റവും മാറണ്ട. എപ്രകാരമാണോ നമ്മൾ സാധാരണ ഒരു അമ്മയുടെ കയ്യിൽ ഒരു ചക്കയാണ് കിട്ടണമെങ്കിൽ അത് മാത്രമേ അന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും 10ഉം 16ഉം കറികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിനു വേണ്ട അറിവ് ആ അമ്മയ്ക്കുണ്ടാകണം. ആ അറിവിന്റെ കുറവാണ്. അയ്യോ ഇന്ന് ചക്കയുള്ളൂ, ഇത് മാത്രം വെച്ച് ഒരു കറി വെച്ച് എങ്ങനെ ഈ സദ്യയായിട്ട് കൊടുക്കാൻ പറ്റും എന്ന ദുഃഖം വരുന്നത് ഈ അറിവിന്റെ പരിമിതിയാണ്. ഈ അകപുറങ്ങൾ മനസ്സിലാക്കുന്ന തലത്തിലേക്ക് അറിവിനെ ഒന്ന് പകർന്നു കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 3 പേര് ഇരിപ്പുണ്ട്. 3 പേരെന്ന് പറയുമ്പോൾ 1, 2, 3 ഇതാണ് കണക്ക്. കാരണം 2 എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് 1 മറഞ്ഞു പോകും. 3 എന്ന് പറയുമ്പോഴും 1 മറഞ്ഞു പോകുന്നു. അപ്പൊ 1നെ മനസ്സിലാക്കാത്ത 3 അത് പഠിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും. പൂർണ്ണ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 പഠിപ്പിക്കുമ്പോൾ
മൂന്നായി നിൽക്കുന്നത് ഒന്നാണെന്നറിയുക. ഒന്നില്ലാത്ത കോടിയോ കോടാനുകോടിയോ നമ്പറിലില്ല. അപ്പൊ നമ്പറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ്. അത് സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്ര വ്യൂഹങ്ങളാകട്ടെ, ലോകത്തിലെ ഏതു വസ്തുക്കളുമാകട്ടെ, എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ആ തിട്ടപ്പെടുത്തുവാൻ നിലനിൽക്കുന്നത് ഒന്നേ ഒന്ന് മാത്രം. എപ്രകാരമാണോ ഒന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സമസ്തത്തെയും എണ്ണി നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്നുവോ, അപ്രകാരം അറിയുന്ന ഓരോ വ്യക്തിയും ഞാനാകുന്ന ഒന്നിലാണ് നിൽക്കുന്നത്. അതിന് ഐ എന്ന് പറയും. അപ്പൊ ആര് സംസാരിക്കുന്നുവോ അത് ഐ ആണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഒന്നാണ്. സാധാരണ ഒന്നെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഒന്നാണ്. അപ്പൊ ഈ ഐ ആകുന്ന ഒന്നും ഒബ്ജക്റ്റ് ആകുന്ന ഒന്നും രണ്ടല്ല. മീൻസ് ഐ ഈസ് ഈക്വൽ ടു ഓൺ. ഇത് രണ്ടല്ല. പുറത്തെ ഒന്നിനെ ഒന്നെന്ന് പറയുന്നു, അകത്തെ ഒന്നിനെ ഐ എന്ന് പറയുന്നു. ഐ ഇല്ലാത്ത വ്യവഹാരം സബ്ജക്റ്റീവ് തലത്തിലില്ല, ഒന്നില്ലാത്ത വ്യവഹാരം ഒബ്ജക്റ്റീവ് തലത്തിലില്ല. ഇത് രണ്ടും രണ്ടല്ല എന്ന് എപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുവോ അപ്പോ ഈ വിദ്യാഭ്യാസം ഇങ്ങനെ ആകണം. അങ്ങനെ വരുമ്പോ ഈ ഒബ്ജക്റ്റും സബ്ജക്റ്റും തമ്മിൽ ഒരു അകലവുമില്ല, രണ്ടും ഒന്നായി മാറണം. അങ്ങനെ വരുമ്പോ തനിക്ക് സുഖത്തിനു വേണ്ടി താൻ ആചരിക്കുന്ന ഏതു കർമ്മവും ഈ ലോകത്തിന് ഹിതമായി തന്നെ വരും. കാരണം തൻ്റെ ഒന്നിന് കോട്ടം പറ്റിയാൽ പുറത്തെ ഒന്നിന് കോട്ടം പറ്റും, പുറത്തെ ഒന്നുകൾക്ക് കോട്ടം പറ്റും, പുറത്തെ ഒന്നുകൾക്ക് കോട്ടം പറ്റിക്കഴിഞ്ഞാൽ ഈ തൻ്റെ ഒന്നിന് കോട്ടം പറ്റും. ഇത് രണ്ടും കോട്ടം വരാതെ വാട്ടം കൂടാതെ സ്വസ്ഥമായി ശാന്തമായി നിൽക്കണമെങ്കിൽ താൻ തന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തെ സ്നേഹിക്കണം. കാരണം താനാകുന്ന ഒന്നിൽ നിന്നാണ് ഈ ലോകമാകുന്ന ഒന്ന് ജനിക്കുന്നത്, ഈ ലോകമാകുന്ന ഒന്നിൽ നിന്നാണ് താൻ ജനിക്കുന്നത്. ഇത് രണ്ടും രണ്ടല്ല. ലോകമാകുന്ന ഒന്നില്ലെങ്കിൽ തനിക്ക് താനില്ല, താനാകുന്ന ലോകമില്ലെങ്കിൽ തനിക്ക് ഈ ലോകവുമില്ല. അപ്പൊ തൻ്റെ ലോകവും കാണപ്പെടുന്ന ലോകവും രണ്ടല്ല എന്ന് അത് മാത്സ് പഠിപ്പിക്കുമ്പോഴും ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴും സയൻസ് പഠിപ്പിക്കുമ്പോഴും ഏതു വിഷയം പഠിപ്പിക്കുമ്പോഴും ഇത് ഏകധാരയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മെത്തഡോളജി മാത്രം മാറ്റി ലെസൺ പ്ലാൻ മാത്രം ഈ പൂർണ്ണതയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിനും ഷോർട്ട് ടൈം കോഴ്സും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ടീച്ചിങ് കോഴ്സ് മാത്രം കൊടുത്താൽ മതി. ടോട്ടൽ ചേഞ്ച്. കാരണം എത്രയോ കാലം കൊണ്ട് കോടാനുകോടി രൂപകൾ മുടക്കി പുതിയ പുതിയ സിസ്റ്റങ്ങൾ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പൂർണ്ണ വിദ്യാഭ്യാസം കൊടുക്കാൻ ഇതിനൊന്നിനും ഇത്രയും ചെലവില്ല. കാരണം ഇത്രയേ വേണ്ടൂ. അകത്ത് കാണുമ്പോഴും പുറത്തു കാണുമ്പോഴും ഇതെങ്ങനെ ഇരിക്കുന്നു എന്നവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അത് ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോഴും ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോഴും മാത്സ് പഠിപ്പിക്കുമ്പോഴും പോരാ, ഒരു മ്യൂസിക് പഠിക്കുമ്പോഴും ഡാൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഏത് അറിവിന്റെ ശാഖയിലേക്കും അറ്റോമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചും എലിമെന്ററി പാർട്ടിക്കിളിനെ കുറിച്ചും ഒരു ഓർഗാനിസത്തെ കുറിച്ച് പറയുമ്പോഴും ഓർഗനെ കുറിച്ച് പറയുമ്പോഴും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇതിങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിദ്യാഭ്യാസം വരും. അങ്ങനെ പൂർണ്ണ വിദ്യാഭ്യാസം കിട്ടിയാൽ നമുക്ക് ഏതൊരു വ്യക്തി ചെയ്യുന്ന കർമ്മവും അത് ഹാബിറ്റേറ്റിനെ ഹാർമണൈസ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പൊ അത് ഹാർമണി ഉണ്ടാകണം എങ്കിൽ തൻ്റെ എക്സ്റ്റൻഷൻ താൻ തന്നെയാണ് പ്രകൃതിയായി നിറഞ്ഞിരിക്കുന്നത് എന്ന് കാണാനുള്ള ആ അറിവ്, ആ വിവരം കുഞ്ഞുനാള് തൊട്ടേ നമുക്കുണ്ടാകണം. ഇതുണ്ടാക്കിയെടുക്കാൻ താനാകുന്ന ഐയായി നിൽക്കുന്നതും ഐ പാർട്ടിക്കിളാണ്. ലോകമായി നിൽക്കുന്ന ഒന്നായി നിൽക്കുന്ന ലോകവും കേവലം സ്പന്ദനാത്മകമായ ഐ പാർട്ടിക്കിൾ മാത്രമാണ്. കാരണം ഐ പാർട്ടിക്കിൾ അല്ലാത്ത ഒന്നും, ഐ സ്പന്ദനമല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. കാരണം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം തന്നെയും എനർജിയാണ്, അത് വൈബ്രേഷൻ ആണ്. ആ ഫ്രീക്വൻസി വേവിലെന്തും മാറുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മാറുന്നു. ഗുണങ്ങൾ മാറുമ്പോൾ കാലവും ദേശവും അതിൻ്റെ സ്വഭാവവും ഒക്കെ മാറണം. ഈ മാറ്റം മാറി നിന്നല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ആകട്ടെ, വേവ് ലെന്ത് ആകട്ടെ, മാറ്റർ ആകട്ടെ, ടൈം ആകട്ടെ, സ്പേസ് ആകട്ടെ, ഇത് എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നതാണ്, രണ്ടല്ല എന്ന്. ഈ രണ്ടല്ലാകത്ത ഈ സ്പന്ദനത്താൽ
സൃഷ്ടിക്കപ്പെട്ടതാണ്, ഈ ശക്തിയാൽ, ഈ എനർജിയാൽ സൃഷ്ടിക്കപ്പെട്ടാണ് താൻ. ഈ എനർജിയാൽ സൃഷ്ടിക്കപ്പെട്ടാണ് പ്രപഞ്ചം. എനർജി അല്ലാത്ത ഒരു വസ്തുവും തന്നിലുമില്ല, ഈ പ്രകൃതിയിലുമില്ല. അപ്പൊ പ്രകൃതിയായി കാണപ്പെടുന്ന താൻ ഉൾപ്പെടെ ഉള്ളതാണ് പ്രകൃതി എന്നറിയണം. പലപ്പോഴും പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ താൻ മാറി നിന്നിട്ട് തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരു ഘടകത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രകൃതം ഉൾപ്പെടെ ചേർന്നതാണ് പ്രകൃതി എന്നറിയണം. താനും കൂടെ ചേർന്നതാണ് പ്രകൃതി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എനർജി എങ്ങനെ ഏതു താളത്തിൽ സ്പന്ദിച്ചു നിന്നാൽ അത് തനിക്കോ ലോകത്തിനോ അഹിതമുണ്ടാക്കില്ലയോ ആ താളം നിലനിർത്തുന്നതിനെയാണ് ഹാബിറ്റേറ്റ് ഹാർമണി. അത് വീട്ടിൽ താമസിക്കുന്ന വീടാകുമ്പോൾ അത് ഹൗസിന്റെ ഹാർമണി ആകും. ചുറ്റുപാടുമുള്ള സസ്യജാലങ്ങളുടെ സിസ്റ്റവും അത് എക്കോളജിക്കൽ ബാലൻസ് ആകും. ലോകത്തിന്റെ സമസ്ത വസ്തുക്കളും കാണപ്പെടുന്ന സമസ്ത സൂര്യനും ചന്ദ്രനും മാത്രമല്ല സൗരയൂഥങ്ങളെല്ലാം തന്നെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ എനർജി കൊണ്ടാണ്. ഈ എനർജിയുടെ താളം അത് അഹിതമാകരുത്. എപ്രകാരമാണോ ഹൃദയത്തിന്റെ താളം അഹിതമായാൽ നമ്മൾ അഹിതമായി മാറുന്നത്, എപ്രകാരമാണോ നമ്മൾ ഹൃദയത്തിന്റെ താളം ഹിതമാക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകുന്നത്, ഇതുപോലെ തൻ്റെ ഹൃദയ താളം പോലെ സ്വസ്ഥത അനുഭവിക്കാൻ ആ താളത്തെ ഏതു തലത്തിലും നമ്മൾ ക്രമീകരിച്ചു നിർത്താൻ ശ്രമിക്കുന്നുവോ അപ്രകാരം ലോകത്തിൻ്റെ ഹൃദയ താളവും ക്രമീകരിച്ചു നിർത്താൻ നമ്മൾ ബാധ്യസ്ഥ. തൻ്റെ ഹൃദയവും പുറത്തെ ഹൃദയവും രണ്ടല്ല. തൻ്റെ ഹൃദയത്തിൻ്റെ താളം നിൽക്കുന്നത് പ്രകൃതിയുടെ ഹൃദയതാളം തൻ്റെ താളമായി മാറുന്നത് കൊണ്ടാണ്. ആഹാരം കുറച്ചു കുറഞ്ഞാൽ, വെള്ളം കുറഞ്ഞാൽ, താപം കുറഞ്ഞാൽ തൻ്റെ ഹൃദയതാളം തെറ്റും. ആ താളം തെറ്റാതിരിക്കണമെങ്കിൽ പ്രകൃതി താളം അതിൻ്റെ ഹിതമായ താളത്തിലേക്ക് വരണം. അങ്ങനെ പ്രകൃതി താളത്തെയും തൻ്റെ താളത്തെയും ഹിതമാക്കുമ്പോൾ മാത്രമേ ഹാബിറ്റേറ്റ് ഹാർമണി പൂർണ്ണമാക്കൂ. സ്വാമിജിയുടെ ഈ സന്ദേശം ഇന്ന് ലോക ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഈ ഹാബിറ്റേറ്റ് ഹാർമണി ഉൾപ്പെടെയുള്ള എനർജി ഗ്ലോബൽ എനർജി പാർലമെൻറ്റിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത. ഇത് തുടർന്നും കൂടുതൽ ആളുകളിൽ, കൂടുതൽ നാടുകളിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.